കേരളത്തിലെ വിളക്കന്നൂർ ക്രൈസ്ത കിംഗ് പള്ളിയിൽ ഒരു അത്ഭുതം ഉണ്ടായി. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ദിവ്യകാരുണ്യ അത്ഭുതമായിരുന്നു അത്. ഈശോയുടെ തിരുമുഖം പ്രത്യക്ഷപ്പെട്ട അത്ഭുതം. കഴിഞ്ഞ വർഷം 2025 മെയ് മാസത്തിലാണ്, മെയ് 31 ഇതിനെ ദിവ്യകാരുണ്യ അത്ഭുതമായിട്ട് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത്. അത് കേട്ടപ്പോൾ മുതൽ എനിക്ക് ഈശോയുടെ തിരുമുഖം കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെയുള്ളൊരു ആഗ്രഹം ഞാൻ പൂർത്തീകരിച്ചു. അതിൻ്റെ വീഡിയോസാണ് കേട്ടോ അത്. അങ്ങനെ ഞങ്ങൾ വിളക്കന്നൂർ പള്ളിയിലെത്തി. ഇരിഞ്ഞാലക്കുട KCVM കുട്ടികളുടെ കൂടെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം അവരൊരുക്കി തന്നത്. അപ്പോൾ അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. ഇതാണ് ആ ഈശോയുടെ തിരുമുഖം. തിരുവോസ്തിയിൽ ഈശോയുടെ തിരുമുഖം പതിഞ്ഞത് അരുളിക്കയിൽ വെച്ചിരിക്കുകയാണ്. ഒരുപാട് പ്രാർത്ഥിച്ചോടെ വന്നിട്ട് വലിയ ഭാഗ്യമായിട്ട് കാണാണ് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചത്. ഇവിടുത്തെ ഈ ദിവ്യകാരുണ്യ അത്ഭുതം ഒരുപാട് പഠനങ്ങൾക്ക് ശേഷമാണ് 2013 വിശുദ്ധ കുർബാനയ്ക്കിടയിൽ ഇങ്ങനൊരു അത്ഭുതം ഉണ്ടായത്. ഇവിടെയുള്ള ഈശോയുടെ രൂപങ്ങളാണ് കേട്ടോ ഇത്. കണ്ട ഈ ഈശോയുടെ കുരിശുരൂപം, ഇതിലൊക്കെയുള്ള ഈശോയുടെ മുഖം പോലെ തോന്നി എനിക്ക്. ഈ ക്രിസ്തുരാജൻ്റെ രൂപവും ഇതിലൊക്കെയുള്ള മുഖം പോലെ തോന്നി ഈശോയുടെ തിരുമുഖം പതിഞ്ഞത് തിരുവോസ്തിയിൽ. പണ്ട് വെറോനിക്ക തിരുമുഖം ഈശോയുടെ തുടച്ചപ്പോൾ പതിഞ്ഞ ടവലിൽ പതിഞ്ഞല്ലോ, തുവാലയിൽ പതിഞ്ഞ പോലെ തന്നെ പിന്നീട് തിരുമുഖം വന്നൊരു അത്ഭുതം ഇതാണ് കേട്ടോ. ഒരുപാട് ഈ യൂക്കാരിസ്റ്റിക് മിറാക്കിൾസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയിൽ ഉള്ള ആദ്യത്തെ തിരുവോസ്തിയിലുണ്ടായ ഒരു അത്ഭുതമാണ് ഈ അത്ഭുതം. അപ്പോൾ പലർക്കും അറിയാത്തവരൊക്കെ ഉണ്ട്, എനിക്കറിയാം അത് പറഞ്ഞപ്പോൾ. അപ്പോൾ എല്ലാവരും വന്നത് കാണണം കേട്ടോ. പിന്നെ ഇത് അങ്ങനെ ഒരു രൂപം അവർ ഫോട്ടോ സ്പോട്ട് പോലെ അവിടെ പുറത്തുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. അങ്ങനെ ഇവിടെ ഒരു നല്ലൊരു ഭംഗിയുള്ള സ്ഥലം കേട്ടോ. കണ്ണൂർ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഹൈ റേഞ്ച് പോലെ കുറച്ച് വഴി വന്നിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ വരണതിന് മുമ്പ് ഈ കുട്ടികൾ ഞങ്ങൾക്ക് ഫ്രഷ് ആവാനായിട്ടൊരു റിസോർട്ട് പോലെ ഞങ്ങളവിടെ ചെന്നു. ഞങ്ങൾക്കൊരു റൂം ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങളെല്ലാവരും ഫ്രഷായി അങ്ങനെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ 6:30 കുർബാനയ്ക്ക് ഇവിടെ എത്തിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ കുർബാനയിൽ പങ്കുകൊണ്ടു. അതിനുശേഷം ഇവിടെ തന്നെ കുട്ടികൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കിയിരിക്കുന്നു, അത് കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ പിന്നെ വീണ്ടും യാത്ര തുടരാണ് കേട്ടോ, പറയാം വിശേഷങ്ങളെ. ഇതാണ് ഞങ്ങൾ വന്ന പള്ളി. ഇതിന് ശേഷം ഞങ്ങൾ പോണത് ചെമ്പേരി പള്ളിയിലാണ് കേട്ടോ. ചെമ്പേരി പള്ളി ഒരു ബസലിക്ക പള്ളിയാണ്. കുറച്ച് എന്താ പറയുക, വാസ്തുവിദ്യാപരമായ പ്രാധാന്യമുള്ള ചില വലിയ കത്തോലിക്ക പള്ളികൾക്ക് മാർപ്പാപ്പ ബസലിക്ക പള്ളി എന്നുള്ളൊരു അംഗീകാരം കൊടുക്കുന്നു. അങ്ങനെയുള്ളൊരു പള്ളിയാണിത്. നല്ല ഭംഗിയുള്ള കൊത്തുപണികളാണ് കേട്ടോ ഈ പള്ളിയിലുള്ളത്. നല്ല രസമാണ് കാണാനായിട്ട്. ഈ പള്ളിക്ക് കയറുന്നതിന് മുമ്പ് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. സ്റ്റെപ്സ് ഇല്ലാണ്ട് സൈഡിൽ സ്റ്റോപ്പിൽ കൂടെ കയറാം കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ലൂർദ് മാതാവിൻ്റെ ഫൊറോന പള്ളിയാണ് ഈ ദേവാലയം. ഏറ്റവും മലബാറിലെ തന്നെ ഏറ്റവും ആദ്യത്തെയും ഒരേ ഒരു ബസിലിക്കയാണ് ഈ പള്ളി. അടുത്തത് ഞങ്ങൾ പോയത് മാഹിപ്പള്ളിയിലാണ്. മലബാർ മേഖലയിലെ ഏറ്റവും പഴക്കം ചെന്ന ദേവാലയത്തിൽ ഒന്നാണിത്. വടക്കൻ കേരളത്തിലെ ആദ്യത്തെ തന്നെ ഒരു മൈനർ ബസിലിക്കയാണിത്. ഇവിടെ വിശുദ്ധ അമ്മ ത്രേസ്യയാണ്. അതായത് ഫ്രഞ്ച് കൊളോണിയൽ കാലഘട്ടത്തിലാണ് ഇത് ആദ്യം നിർമ്മിച്ചത്. 2023 ഡിസംബറിലാണ് ഇത് ഒരു മൈനർ ബസിലിക്കയായിട്ട് ഉയർത്തപ്പെട്ടത്. വളരെ പുരാതനപരവും വളരെയധികം ചരിത്രപരവുമായ ഒരു പള്ളിയാണിത്. ഇവിടെ മെഴുതിരികൾ കത്തിക്കുകയും പലതരത്തിലുള്ള നേർച്ചകളും, അതായത് ഉരുളൻ നേർച്ച എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയുള്ള വഴിപാടുകളൊക്കെയുള്ള ഒരു പുരാതനമായ ദേവാലയമാണിത്. ഇവിടുത്തെ നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ഉള്ള ഈ ലൈറ്റുകളും ഒക്കെ കാണാനായിട്ട്. ഇനി ഞങ്ങൾ അവിടെ നിന്ന് പോയി കോഴിക്കോട് എത്തി. കോഴിക്കോട് മിഠായി തെരുവിൽ ഞങ്ങൾ
പോയിരുന്നു. അതിന് മുമ്പ് ഞങ്ങളെ ഒരു സ്നേക്ക് പാർക്കും കൂടെ കാണിച്ചിരുന്നു കേട്ടോ. അങ്ങനെ ഇതാണ് കോഴിക്കോട് മിഠായി തെരുവ്. ഒരുപാട് കടകൾ, വില കുറവിനൊക്കെ സാധനങ്ങൾ കിട്ടും. ഇതാണ് കേട്ടോ ഞങ്ങൾ പോയ മൊത്തം ടീം. അപ്പോൾ താങ്ക് യു സോ മച്ച്.